അവിടെ എത്തിയില്ലല്ലോടാ. ഇവിടെ എന്തെങ്കിലും പണിക്കേരെ പോറ്. ഇത് വെറുതെ എന്നെ ഇടങ്ങാറൊക്കെ ഇവിടെ തിരിഞ്ഞു കളിക്കുന്നത്. ആരാൻ്റെ കാത്ത് കുത്തിക്കുന്നത് ഇവിടെ ഒന്നുമില്ല എന്റെ എടാ ഞാനിപ്പോ പണിക്കൊന്നുണ്ടാ. പിന്നെ എപ്പോഴാ നീ പണിക്ക് പോയേക്കണ? അല്ല ഇപ്പൊ പോണ്ടെന്ന് ചോദിച്ചാ എടാ മറ്റോന്റെ കീഴിൽ അടിമപ്പണി എടുത്തിട്ട് ആ പൈസ കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവാ. ആ കൊറ്റ ലൈഫ്. അതിനൊന്നും ഉണ്ണീനെ കിട്ടൂലടാ. പെണ്ണുപിള്ളനെ തൊഴിലുറപ്പിന് ഇട്ടിട്ട് അങ്ങോട്ട് കുടിച്ച് നടക്കുക. അതിന് കിട്ടൂല. നീ കളിക്കാതെ പൈസ എടുത്തേ. എന്റെ അടുത്തില്ലടാ ഒന്നുമില്ലതാ. ഈ ഫോണ് മാത്രം ഞാനല്ല പറഞ്ഞു. ഇവനെ എപ്പോഴും അതെ ചുണ്ടും അതോ എന്ത് സ്റ്റോറിൽ റേഷൻ കടയിൽ അരിമണിക്കണ്ട പൈസ. അത് ഇത് നടക്കട്ടെ. എടാ വീട്ടില് എടാ അവിടെ ചെന്ന് മുഖം പിടിക്കണമെങ്കിൽ 2 എണ്ണം അടിച്ചിട്ട് ചെല്ലണം. അല്ല നീ അവിടെ ചെന്ന് പച്ചനിരുന്ന് അവളുടെ വായിലിരിക്കണ കേൾക്കണം. എടാ അരി മേടിച്ചു കൊടുത്തിട്ട് ഒരു 200 രൂപ. ഇവിടെ എന്റെ അടുത്ത് ഇല്ല ഇടങ്ങാറാക്കൽ. നീ ഇങ്ങനത്തെ ആടാ ഇപ്പൊ ഇത്രയാണെങ്കിലേ ഇല്ല തൽക്കാലം ഒരു കാര്യം ഉണ്ണേട്ടാ 700 രൂപ കൊടുത്തേ. എടാ നീ അവന്റെ അടുത്തുള്ള ട്രൗസറും കൂടി ഊരിയാണ് ഇരുത്തണം. നീ ഒരു 200 പൈസ കൊടുക്ക്. അല്ല 300 രൂപ പകുതി മേടിച്ചിട്ട് ഞാനും കൂടി അടിക്കും. എടാ അരിമണിക്കട്ടെ അതായത് ആക്കാര് അരിയൊക്കെ സർക്കാർ റേഷൻ കടയിൽ 2 രൂപക്കാരനും അതിന്റെ കുപ്പി കൊടുത്താൽ കിട്ടും 2 രൂപ. ഈ സമാനമായിട്ട് കാര്യം ചെയ്യാം വൈകുന്നേരം വരുമ്പോൾ തരാം. അവിടെ പോയി കടം പറയാൻ. അത് അല്ല നിങ്ങൾ അവിടെ എവിടെയെങ്കിലും വെച്ചാൽ എടുക്കടാ. ഇല്ലെന്ന് ഇല്ലേ ഞാൻ നിങ്ങൾ ആളുകൾ ഇടണില്ല അതിന്ന് താ. അതിലില്ല അതല്ല ഈ പറയുന്നത്. അതിന്റെ അകത്തൊന്നും പൈസ ഇല്ല. കുടിക്കണ്ട. കൊടുക്കടാ കൊടുക്കടാ. അരിമണിക്കട്ടെ പൈസ. അരിയിലും വരുമോ നോക്കട്ടെ. അരി എല്ലാ ദിവസം ഒന്നും ഇരിക്കണം. ആ മാറ്റി മാറ്റി നോക്കട്ടെ. മൈൻഡ് ചെയ്യണ്ട പോയിക്കോളൂ. മനസ്സിലായി. ഇത് പൈസ ഇല്ലടോ അപ്പാ. പൈസ ഇല്ല. കഴിച്ചൂടാ ചത്തു പോകുന്നു. എല്ലാം അറിയാം. ഇയാൾക്കും അറിയാം ഞാൻ പണിക്കോത്ത്. ഒന്നുമില്ല പോ. വെള്ളയില്ല പോയിക്കോ. തുറന്നില്ല അപ്പോഴത്തേക്ക് ശരി ചൂടാവല്ലേ വേറെ ഇരിക്കാനുള്ള വേറെ എല്ലാരും കൂടി എന്റെ അഞ്ഞത്തേക്ക് വാങ്ങി വരും. ഇവിടെ ഞാൻ പണിക്കോത്തല്ല അറിയുന്നു. അയാളെ പോലെ ആയാ മതിയായിരുന്നു. 10 പൈസ മുടക്കാതെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ നടക്കായിരുന്നു. നമ്മളൊന്നും മൂടാണെങ്കിൽ പൈസ വേണം. എന്നാൽ പണിക്ക് പോലാ തന്നെ അല്ലേ? ആ ഒരാളായി. ആ ഹരി ഒരു 200 രൂപ എന്നടാ. നിങ്ങൾ അറിഞ്ഞില്ലേ? കാര്യം അറിഞ്ഞില്ലേ? എന്തേ? സത്യേട്ടന്റെ മോളിലെ ഏത്? നമ്മളെ ഗൾഫിൽ നിന്ന് വന്നില്ലേ സത്യേട്ടൻ? ആ അയാളുടെ മോള് ആ കല്യാണം ആയതല്ലേ? പോയി. മരിച്ചു പോയാ? അല്ല, ഒരാളുടെ കൂടെ ഓടിപ്പോയി. ആരുടെ കൂടെ? അതിപ്പോ ഈ ഇൻസ്റ്റയിലൊക്കെ റീൽ ചെയ്യണ മുടിയൊക്കെ നീട്ടി വളർത്തിട്ടൊരു എങ്ങായില്ലേ? ഒരു ബുൾഗാൻ താടി വെച്ചാണ് പണ്ടിട്ട്. അവന്റെ കൂടെ പോവും അവന്റെ കൂടെ ബൈക്കിന് കറങ്ങണ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അയാളെ ഇത്രയും കാലം ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് മോളുടെ കല്യാണം പടുത്തങ്ങാനാ തോന്നുന്നുണ്ട്. ഇതൊക്കെ ആശ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതിനൊരു വിധി വേണം. അഹങ്കരിക്കരുത് മനുഷ്യൻ. ഇയാള് ഗൾഫുകാരനാണ്. ഗൾഫിൽ നിന്നെങ്ങാനും വന്ന് കാറിന് പോണാണ്ട നമ്മളിവിടെ നിന്ന് കൈപൊക്കിയ മൈൻഡ് ചെയ്യൂല. അവൾക്ക് എന്താ ചാടാ? അവളേതാണ്ട് മോളിന്ന് പൊട്ടി വീണ പോലെയാണ്. ആ കൂതറുടെ ഒക്കെ കൂടെ പോയി ജീവിച്ച അനുഭവിക്കുള്ളൂ. അയാളെ എന്നെല്ലാം കണ്ട കാറ് നിർത്തിയിട്ട് എന്താ പണിക്കൊന്നും പോയില്ലേന്ന് എന്നോട്. നിങ്ങളോട് ഇപ്പൊ പണിക്ക് പോയി കാശുണ്ടാക്കിട്ട് എന്തായി? എന്തുണ്ടായിരുന്നു? നമ്മതേ ഹാപ്പിയാണ്. ഒരു 200 കൂടി കിട്ടിയാൽ നമ്മളെ എൻജോയ് ലൈഫാണ്. ഉണ്ടാ അങ്ങനെ പണ്ടൊക്കെ ദൈവമേ പിന്നെ പിന്നെ ഇപ്പൊ അപ്പ കൊടുക്കുക. എനിക്ക് സത്യം തീരെ ഇഷ്ടമല്ല. ആർക്കാ ഇഷ്ടം? എടാ ഈ സത്യം എനിക്കൊരു ഗൾഫിൽ ജോലി ശരിയാക്കി തന്നിട്ടേ. അത് ജോലി ശരിയാക്കി തന്നല്ല, അതിൽക്കിട്ട് ഒരു പണി തന്നാണ്. എടാ ഈ സത്യേട്ടനെ ആദ്യമായിട്ട് ഗൾഫിൽ കൊണ്ടുപോയത് എന്റെ വല്യച്ഛനാണ്. ഞാനപ്പോ ഇവിടെ ഇങ്ങനെ നടക്കണ കണ്ടപ്പോ വല്യച്ഛൻ പോയി സത്യനോട് പറഞ്ഞു, അവനിവിടെ ആര് വെറുതെ നടക്കല്ലോ, ഒന്ന് അവനൊരു അവസരം കൊടുത്തു പറഞ്ഞിട്ട് ഇയാൾ എനിക്ക് എന്നെ കൊണ്ടുപോയെന്നുള്ള ശരിയാണ്. കൊണ്ടുപോയിട്ട് എന്താണ് പണി? ജോലി തന്ന് സൂപ്പർ മാർക്കറ്റില്. ഞാൻ ഈ വണ്ടി ഉന്തി സാധനമൊക്കെ പെറുക്കി വെച്ച് നടക്കുമ്പോ ഇവൻ വലിയ സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര സൂപ്പർവൈസർ. ക്വാളിഫിക്കേഷന്റെ അല്ലടാ, നാട്ടിലാണ്. ഇവനെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയ ഒരാളുടെ ബന്ധുവാണെന്നുള്ളൊരു പരിഗണന നമുക്ക് തരണ. എനിക്ക് ചെറിയ ശമ്പളം, ഇവനാണല്ലോ ശമ്പളം എഴുതി കൊടുക്കണ താഴത്തുള്ള ജോലിക്കാരടാ. അപ്പൊ ഇവനാണെങ്കി ഉണ്ടല്ലോ ഒരു അല്ലടാ ഒരു 200 രൂപ 150 കൂടി ഒപ്പിച്ചിട്ട് വാ നീ.
ഇതൊന്ന് പറഞ്ഞു തീർത്തേക്കട്ടെ, അവനത് കേക്കണ്ടേ. ആടാ എനിക്ക് ചെറിയ ശമ്പളം, ഇവനാണെങ്കിൽ വീട്ടിലോട്ട് ഒരുപാട് കാശ് അയച്ചിട്ട് ഭയങ്കര സെറ്റപ്പ്. അതെനിക്ക് ഇഷ്ടായിട്ടാ. ഇഷ്ടമല്ല, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യല്ലേ. അപ്പൊ ഇവൻ അറബിയുടെ അടുത്ത് നിന്ന് കാശ് അടിച്ചു മാറ്റണ്ടെന്ന് എനിക്ക് തോന്നി. സത്യേട്ടൻ തോന്നലല്ല, അവൻ കഴിച്ചു മാറ്റണ്ട്. ഇപ്പൊ നമുക്ക് അത്രയും കിട്ടണില്ലല്ലോ. ഇവൻ എന്താണ്ടൊക്കെ അറബിയിൽ ഇയാളോട് കളവുള പറയും. അപ്പൊ അയാള് വിശ്വസിക്കും, ചിരിക്കും. ഞാനൊരു ദിവസം എന്ത് ചെയ്ത് അറബീനെ വിളിച്ചിട്ട് അറിയാവുന്ന അറബിയിൽ പറഞ്ഞിട്ട് സത്യനെ സൂക്ഷിക്കണം, എന്റെ നാട്ടുകാരനാണെങ്കിലും ഞാൻ പറയണേണ്, എനിക്ക് ജോലി മേടിച്ച് തന്നതൊക്കെ ശരിയാണ്, പക്ഷെ അതിലും സ്നേഹം എനിക്ക് അറബിക്കാനോടുണ്ട്. അറബിക്ക അവൻ പൈസ പൊക്കുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായി നീ പറയുന്ന, ഞാൻ പറയണക്ക് മനസ്സിലായി. പുറത്താക്കി. അവനെ പുറത്താക്കില്ലല്ലോ, എന്റെ പെഡലിക്ക് പറഞ്ഞ തന്നൊക്കെ പറഞ്ഞു. എന്താ പൊന്നോ അറബിയിലെ തെറി. അറബിയിൽ ഇങ്ങനെ എന്താ ഇതെന്തോ അല്ല, ഇതുപോലത്തെ സൗണ്ടിൽ എന്താണ്ട് പറഞ്ഞ് എന്റെ വിസയും കീറി എന്നെ പുറത്താക്കി. 200 ചോദിച്ചു നിൽക്കണം. അതുപോലത്തെ തെണ്ടിയാണ് അവൻ. അവന്റെ മോളല്ലെങ്കിൽ ഭാര്യയും പോകും. പൈസ കിട്ടും, ഇവിടെ ഇറക്കേണ്ടി വന്നില്ലേ? എന്തിനാടാ കണ്ണീക്കണ്ട നാട്ടിൽ പോയി കിടന്നിട്ട് അവന്റെ വായിലൊക്കെ കേൾക്കണം. എനിക്ക് നിന്റെ തെറി കേൾക്കാല്ല. നീ 200 തന്നിട്ട് എന്നെ തെറി പറഞ്ഞു. നമ്മുടെ നാട്ടിലാണ് ഇന്ത്യൻ തെറി, ഇന്ത്യൻ മണി. മറ്റത് എനിക്ക് വേണ്ട, പാരിനെ കിട്ടൂല അത് തിന്നാൻ. ഞാൻ ഒരു കാര്യം തുറന്നു പറഞ്ഞാല് എനിക്ക് വിഷമാകൂടാ. എന്തിനു വിഷമിക്കണം, നീയല്ലേ പറയണത്. എന്താണ് എന്ത്? നിന്നെ കാണുമ്പോ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടോ? എങ്ങനെ തോന്നി മോളെ? ഞാനിത് എങ്ങനെ സഹിക്കും? ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇനി എന്തിനാണ് ജീവിക്കണത് ചേട്ടാ? ഇത് എപ്പോ തുടങ്ങിയതാ നീ? എല്ലാം അവള് പറയണതൊക്കെ സാധിച്ചു കൊടുത്തിട്ടില്ലേ? അവളുടെ ഇഷ്ടം എന്താ വെച്ചാ അങ്ങനെയല്ലേ? എന്തെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ? ഏതെങ്കിലും നല്ല ആൾക്കാരായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഒരു പരാതി ഇല്ലായിരുന്നേ. മണ്ടോ, അതെ അവൾക്ക് അതാവും ഇഷ്ടം. എന്തിനാണോ വളർത്തിയത്? ആരോ കരയാതിരിക്കും. എന്റെ മോളാണ്. കരയല്ലേ നീ. അളിയാ, മണ്ടോടെ മണ്ടോത്തുണ്ട്.
സമാധാനമായിട്ടിരിക്കും. എന്ത് സമാധാനം ചേട്ടാ. നീ ആദ്യം ഒരെണ്ണം പ്രസവിച്ചല്ലോ, അതിന് നമുക്ക് ദൈവം തന്നില്ലല്ലോ. ഇത് അങ്ങനെ പോയി നിങ്ങൾ കൂട്ടിക്കോ. ഞാനിവിടെ സ്റ്റേഷനിൽ എസ് ഐ ആയിട്ട് സംസാരിച്ചു. എസ് ഐൻ്റെ ഒരു സുഹൃത്താ. അപ്പോൾ മൈസൂർ ഏതോ ഹൊസനഹള്ളി എന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ട്. രജിസ്റ്റർമേലയൊക്കെ കഴിഞ്ഞു. നാട്ടിലോട്ട് പോണ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് തീരെ താല്പര്യമില്ല. അവൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്ന്. പിന്നെ ജീവിക്കട്ടെ, ജീവിച്ച് കാണിക്കട്ടെ അവളൊക്കെ. അവസാനം വരും ഇതൊക്കെ ഒന്നുമില്ലാതെ. പക്ഷെ അപ്പോൾ അളിയൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, ഈ പടി കേട്ടരുത് അവളെ. എന്തെങ്കിലും കുറവ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന? എല്ലാം കൂടിപ്പോയതിന്റെ കുഴപ്പമുള്ളത്. ആളുകളൊക്കെ വന്ന് ചോദിക്കുമ്പോഴേ ഒന്നും തിരിച്ചു പറയില്ല അളിയ. എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തുക. ഞങ്ങളെന്ത് ചെയ്തിട്ടാണ്? അത് എല്ലായിടത്തും ഉണ്ട് കുറെ നായിന്റെ മക്കള്. ആർക്കെങ്കിലും ഒരു വീഴ്ച ഉണ്ട് അപ്പോൾ ഉടനെ കൈകൊട്ടി ചിരിക്കാനാണ്, എന്നിട്ട് അഭിനയിച്ച് വന്ന് നിൽക്കും മുമ്പിൽ വിഷമായിട്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പിന്നെ മണ്ടൂനെ ഞാനങ്ങോട്ട് കൊണ്ടുപോകണം തറവാട്ടിലോട്ട്. അവർക്ക് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മതി ആലോചിച്ചിരുന്ന് പിന്നെ ഡിപ്രഷനായി, പിന്നെ വല്ല പുതിയ അസുഖങ്ങളും വരും. അച്ഛൻ മരിച്ചപ്പോഴും അങ്ങനെ ആയിരുന്നു. ഇല്ല അതൊന്നും പറയണ്ട, അത് ശരിയാവില്ല. അടിയിൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ആ പാടെ ഒരു പെങ്ങളേ ഉള്ളൂ. കാണുമ്പോൾ അങ്ങോട്ട് വന്ന് കണ്ടാൽ മതി. അല്ലെ എന്താ ആവശ്യമുണ്ട് എന്നെ വിളിച്ചാലും മതി. ആരാ? അങ്ങളെ ഞങ്ങൾ ലക്ഷ്മിയുടെയും പണ്ഡിത്തിൻ്റെയും ഫ്രണ്ട്സാണ്. അവൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വിട്ടുപോയി. തിരക്കിൻ്റെ ഇടയിൽ അവളുടെ റൂമിൽ ഷെൽഫിൽ റൈറ്റ് സൈഡിൽ 2ാമത്തെ കോളത്തിലുണ്ടെന്ന് പറഞ്ഞു. നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടാ ചോദിക്കേ? ഓക്കെ, ഈ തന്താനും തള്ളാനും ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്ക്, സമാധാനം. എന്തെല്ലാം പ്രതീക്ഷയോടെ വളർത്തിയെന്ന് അറിയാവടാ ആ കൊച്ചിനെ. നിന്റെയൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഒന്ന് ചോദിക്കോ? തിരക്കിപ്പോ കേട്ടാടാ ഉണ്ടെങ്കിൽ നീ ഒന്ന് ചോദിക്കൊന്നുമല്ലേ? എല്ലാം കൂടെ കൂട്ടുന്നിട്ട് നിനക്കൊക്കെ ഇപ്പൊ ഒരു ഹാരമായിരിക്കും ഈ പ്രായത്തില്. പറഞ്ഞാൽ മനസ്സിലാവൂല. പക്ഷെ വളർത്തിക്കൊണ്ടുവന്ന തന്തയ്ക്കും തള്ളയ്ക്കുണ്ടല്ലോ അതിന്റെ ദണ്ണം അത് മനസ്സിലാവണം. നീയൊക്കെ അത് വലുതാവണം. വലുതായി നീയൊക്കെ ഇതുപോലെ തത്തം തള്ളാവണം. അപ്പോഴേ മനസ്സിലാക്കുള്ളൂ എന്താ അതിന്റെ വിഷമം എന്നുള്ളത്. കഴുതകള് വന്നയ്ക്കുന്ന് ഇങ്ങനെയല്ലേ എന്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പെരുമാറണത് കേട്ടാ. താങ്ക് യു. അപ്പൊ അതിവിടെ പിടിച്ചു വെച്ചിരുന്നാലേ അവിടെ കൊണ്ടോട്ട്. എന്നോട് പറയാൻ